മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലബാറിന്റെ സീറ്റ് പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കി +1 സീറ്റിലേക്കുള്ള അപേക്ഷ സ്വീകരണം ഇന്ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് ലഭിച്ച അപേക്ഷകളിൽ പകുതിയിലധികവും മലബാറിൽ നിന്നാണ്. അപേക്ഷ നൽകാൻ ഇന്നൊരു ദിവസം കൂടി ശേഷിക്കവേ മലബാറിൽ മാത്രം 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. ഇന്നലെ വരെ ഏകജാലകം വഴി സംസ്ഥാനത്താകെ 4,64,994 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 2,44,864 അപേക്ഷകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാറിലെ 6 ജില്ലകളിൽ നിന്നാണ്. എന്നാൽ ഈ ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 1,09,160 സീറ്റുകൾ മാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ മലബാറിൽ മാത്രം 54,704 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം നിഷേധിക്കപ്പെടുമെന്നുറപ്പാണ്. ഇന്നത്തെ അപേക്ഷകൾ കൂടിയാകുമ്പോൾ കണക്ക് ഇനിയും ഉയരും. അപേക്ഷാ കാലാവധി പൂർത്തിയാകും മുൻപ് തന്നെ +1 സീറ്റിനേക്കാൾ കൂടുതൽ അപേക്ഷകൾ എത്തിയതോടെ മലബാറിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയേറുകയാണ്. മലബാറിൽ മാത്രം ഇത്തവണ അപേക്ഷകൾ 2.5 ലക്ഷം കടന്നേക്കാം. സർക്കാർ എയ്ഡഡ് മേഖലയിൽ 52,600 സീറ്റുകൾ മാത്രമുള്ള സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് 80,343 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. പാലക്കാട് 45,119 അപേക്ഷകളും വയനാട് 11,976 അപേക്ഷകളും കണ്ണൂർ 37,926 അപേക്ഷകളും കാസർഗോഡ് 20,108 അപേക്ഷകളും ലഭിച്ചു.